بسم الله الرحمن الرحيم SYS അവതരിപ്പിക്കുന്ന വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ റമദാൻ ക്യാമ്പയിൻ والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت إليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين
والحمد لله رب العالمين وأشهد أن الله لا رب غيره وأنك مأمون على كل غائب وكل شفيع يوم لا ذو شفاعة سواك بمغن عن سواد بن قارب. ആദരണീയരായ ഉസ്താദ് എ.പി. മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, ഈ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിതന്മാർ, ഏറെ മഹത്വമുള്ള സാദാത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരികൾ, സുഹൃത്തുക്കളെ, ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സജ്ജമാക്കിയ പരിശുദ്ധ റമളാനിൽ വിജ്ഞാനം കരസ്ഥമാക്കാനും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും നല്ല നിയ്യത്തോടുകൂടി ഈ പരിപാടിയിൽ ധാരാളം ആളുകൾ സംബന്ധിക്കുകയാണ്. നേരിട്ട് കേൾക്കുന്നതിനേക്കാൾ സിഡിയിലൂടെ അകലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതെല്ലാം നമ്മിൽ നിന്ന് സൽക്കർമ്മങ്ങളായി സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഗുരുവര്യന്മാർ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല നാളെ പരലോകത്ത് വലിയ വിജയങ്ങൾ സമ്മാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജ്ഞാന സദസ്സിന്റെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് കൊടുവള്ളിയിൽ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ, അതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനീൻ എന്ന അധ്യായം, ആ അധ്യായത്തിലെ ഏതാനും വചനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ വിഷയം ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്താണ് വിശ്വാസം? വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ട അടയാളങ്ങൾ, ഒരു മനുഷ്യനിൽ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കുകയും പരമാവധി അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇവിടെ ഒരു പൊതുവേദിയിൽ ഈ പ്രഭാഷണം നടക്കുമ്പോൾ നമ്മുടെ പ്രഭാഷണങ്ങൾ മുസ്ലിംകൾ മാത്രമല്ല ഇതര സമുദായങ്ങളിലുള്ളവരും ശ്രദ്ധിക്കും. അവർ കൂടി ശ്രദ്ധിക്കുന്നതിന് തടസ്സമില്ലാത്ത രൂപത്തിലാണ്, അല്ലെങ്കിൽ അവരെ കൂടി കേൾപ്പിക്കുക എന്നതാണ് ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മതപരമായ കാര്യങ്ങൾ ഒളിച്ചുവെക്കാനല്ല, അത് ലോകത്തോട് പറയാനാണ്, വെളിപ്പെടുത്താനാണ്. ആരെല്ലാം അത് കേൾക്കുന്നുവോ ഉൾക്കൊള്ളുന്നുവോ അവർക്ക് ഈ വിശുദ്ധമായ സന്ദേശം ഉൾക്കൊണ്ട് മുസ്ലിം എന്ന പേർ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാം ആരുടെയും കുത്തകയല്ല എന്നർത്ഥം. അത് ഉൾക്കൊണ്ട ആളുകൾക്ക് പക്ഷേ ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ
അവർ നിർവഹിക്കുന്നില്ല എങ്കിൽ അവർ പാപികളാണ്. ആ പാപത്തിന് കനത്ത വില അവർ നൽകേണ്ടി വരും. ഈ പ്രഭാഷണത്തിന്റെ അനുബന്ധമായി ഇന്നും നാളെയും കഴിഞ്ഞ് കൊണ്ടോട്ടിയിൽ 4 ദിവസം കൂടി നടക്കാനുള്ളതുകൊണ്ട് വിഷയത്തിന്റെ ക്രമീകരണം അതും ഇതും ചേർത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല കാര്യങ്ങൾ പറയാൻ, അത് കേൾക്കാൻ, ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് തരണം. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. വിശ്വാസം എന്താണ്? വിശ്വാസമെന്ന് നമ്മൾ പറയുമ്പോൾ സത്യവിശ്വാസം എന്നാണ് അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ വിശ്വസിക്കുകയും സത്യമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുക, അതാണ് സത്യവിശ്വാസം. ഇപ്പോൾ പകലാണ് എന്നത് ഒരു വസ്തുതയാണ്, ഒരു ഫാക്റ്റാണ്. സന്ധ്യയായാൽ രാത്രി ആരംഭിക്കുന്നു, അപ്പോൾ രാത്രിയാണ്. പകൽ സമയത്ത് പകലാണെന്ന് അംഗീകരിക്കേണ്ടത് ഒരു മനുഷ്യന്റെ ധർമ്മമാണ്. ഇരുട്ടായാൽ, രാത്രിയായാൽ രാത്രിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നതും അവന്റെ ധർമ്മമാണ്. അവിടെ വാശി പിടിക്കാൻ പാടില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ദാർശനികനാണ്, ഏറ്റവും വലിയ ദാർശനികനാണ്. എല്ലാ വിഷയങ്ങളെയും അപഗ്രഥിച്ച് പഠനം നടത്തിയ വലിയ പണ്ഡിതനാണ്. ആ രംഗത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ലോകത്ത് പിന്നീട് വന്ന എല്ലാവരും. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിലെ വിശ്വാസ മൂല്യങ്ങൾ അത് ഒരു അടിച്ചേൽപ്പിക്കലല്ല, അത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഒരു വ്യക്തി അംഗീകരിക്കുന്നുവെന്ന് വിളിച്ചു പറയലല്ല, യാതൊരു കൃത്രിമത്വങ്ങളും ഇല്ലാത്ത, നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഏതൊരു വ്യക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കണമെന്ന് മതം പറയുന്നുള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തോടുള്ള വിദ്വേഷം ഉണ്ടാക്കുവാൻ വേണ്ടി, ആരോടെങ്കിലുമുള്ള വാശി തീർക്കുന്നതിന് വേണ്ടി കുറെ കാര്യങ്ങൾ സത്യമാണെന്ന് തട്ടിപ്പടച്ചുണ്ടാക്കി പറയുകയും അതിന്റെ പേരിൽ വരുന്നത് വരട്ടെ കുറെ ബഹളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് മതത്തിന്റെ അടിസ്ഥാനമോ അതിന്റെ ലക്ഷ്യമോ അല്ല. അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശ്വാസകാര്യങ്ങളെ വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് പറഞ്ഞു, 1 എന്ന അക്കവും 9 എന്ന അക്കവും തമ്മിൽ ഏറ്റവും വലുത് ഏതാണ് എന്ന് നിന്നോടൊരാൾ ചോദിച്ചാൽ നീ അതിന് നൽകുന്ന മറുപടി 1നേക്കാൾ എത്രയോ വലിപ്പം 9 എന്ന് തന്നെയായിരിക്കും. അവിടെ നിനക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവുകയില്ല. 1 വളരെ ചെറുതാണ്, 9 അതിന്റെ എത്രയോ ഇരട്ടിയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നീ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്? ഈ യാഥാർത്ഥ്യത്തെ ആരെങ്കിലും എതിർത്താൽ, നിഷേധിച്ചാൽ നീ അവനോട് എന്താണ് ചെയ്യുക? മിണ്ടാതെ ഒഴിഞ്ഞു പോവുകയാണോ ചെയ്യുക? അല്ലെങ്കിൽ അവൻ പറയുന്നത് ശരിയല്ല എന്നും 1നേക്കാൾ 9 വലുത് എന്നും നീ അയാളോട് സംസാരിക്കുകയും അത് സമർത്ഥിക്കുകയും ചെയ്യുമോ? തീർച്ചയായും മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്, അവൻ ചിന്തിക്കുന്നവനാണ്. അവൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം അവൻ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ആ യാഥാർത്ഥ്യത്തെ അവൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുകയും അതിനെ എതിർക്കുന്ന ആളുകൾക്ക് വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക ദർശനത്തിന്റെ സൗന്ദര്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കഴിഞ്ഞകാല പണ്ഡിതന്മാർ വിശ്വാസകാര്യങ്ങളെ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ മറ്റാരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ അംഗീകരിക്കുക എന്നതല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമായ കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിലെ വിശ്വാസം എന്ന് പറയുന്നത്. അൽ ഇഅ്തിഖാദുൽ ജാസിമു സാബിത്തുൽ മുതാബിഖു ലിൽ വാഖിഅ്
അതാണ് ഇസ്ലാമിലെ വിശ്വാസം. ഈ സദസ്സിൽ പണ്ഡിതന്മാർ കൂടിയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മതവിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു വാചകം ഞാൻ ഇവിടെ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രഭാഷണം കൂടുതൽ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരെയും സ്ത്രീകളെയുമാണല്ലോ. യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതും സത്യമാണെന്ന് പുലർന്നിട്ടുള്ളതുമായ കാര്യങ്ങൾ നീ മനസ്സിലാക്കുക, നീ അത് ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ അത് മാത്രമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഊഹാപോഹങ്ങൾ, അനുമാനങ്ങൾ അത് വിശ്വാസമല്ല. അതിന് വേണമെങ്കിൽ അന്ധവിശ്വാസമെന്ന് പറയാം. വിശ്വാസവുമുണ്ട്, അന്ധവിശ്വാസവുമുണ്ട്. അന്ധവിശ്വാസങ്ങൾ മറ്റാരോ പറയുന്നത് കണ്ണടച്ച് അംഗീകരിക്കലാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നീ പിന്തുടരാൻ പാടില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ നിന്റെ ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നീ വളരണം, നീ ഉയരണം. അതിനുള്ള മാർഗങ്ങൾ പ്രകൃതിയിലുണ്ട്. നല്ല പകൽ സമയത്ത്, സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള പകൽ സമയത്ത് നീ കണ്ണടച്ച് ഇരുന്നാൽ നിനക്ക് ഈ പകൽ എന്ന ഈ ഫാക്ട് അംഗീകരിക്കാൻ കഴിയുകയില്ല. നല്ല ഇരുട്ടുള്ള സമയത്ത് ആ ഇരുട്ടത്ത് നീ വെളിച്ചം, ലൈറ്റ് കത്തിച്ചു വെക്കുകയും ഇരുട്ടിനെ സംബന്ധിച്ച് അശ്രദ്ധവാനായി ഇരിക്കുകയും ചെയ്താൽ രാത്രിയെ രാത്രിയാണെന്ന് കാണാൻ നിനക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നിനക്ക് ദൈവം നൽകിയ കണ്ണുകൾ, അള്ളാഹു നൽകിയ കണ്ണുകൾ നീ തുറന്നു വെക്കുക. ആ കണ്ണ് തുറന്നു വെച്ച് വേണം പ്രകൃതിയെ നീ കാണാൻ. നിനക്ക് അള്ളാഹു നൽകിയ കാത് ഉപയോഗപ്പെടുത്തി ഇവിടെയുള്ള കേൾക്കാവുന്ന കാര്യങ്ങൾ നീ കേൾക്കണം. നിനക്ക് നൽകിയ നാവുകൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ നീ പറയണം. നിന്റെ ഹൃദയമാകുന്ന ആ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന കാര്യങ്ങൾ ആ ഹൃദയത്തിൽ പ്രതിബിംബിക്കുമ്പോൾ അതിൻ്റെതായ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവപ്പെടും. അത് നീ മനസ്സിലാക്കണം. അത് നീ ചെയ്യുന്നില്ല എങ്കിൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇതിനോടെല്ലാം ചോദ്യമുണ്ട്. കാരണം ഈ കണ്ണ് നീ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതല്ല. നിന്റെ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ബുക്ക് ചെയ്ത് അങ്ങനെ നമ്പർ പ്രകാരം നിനക്ക് ലഭിച്ചതല്ല. നിന്റെ കാതുകൾ ഇവിടെ ഏതെങ്കിലും ഒരു ടെക്നോളജി പ്രകാരം ഭൗതിക ലോകം വികസിപ്പിച്ചെടുത്തു നിനക്ക് കിട്ടിയതല്ല. നിന്റെ ഹൃദയം, ആ ഹൃദയം ഒരിക്കലും തന്നെ നീ ഒരു വികസിത രാഷ്ട്രത്തിൽ നിന്ന് കാശ് കൊടുത്തു വാങ്ങി ഫിറ്റ് ചെയ്തതല്ല. മറിച്ച് ഇതെല്ലാം പ്രകൃതി ദത്തമാണെന്ന് പ്രകൃതിവാദികൾ പറയുമ്പോൾ ഇതെല്ലാം അഭൗതികമായ ഒരു കേന്ദ്രത്തിന്റെ സമ്മാനങ്ങളാണ്, സംഭാവനകളാണ്. അതുകൊണ്ട് ആ ഒരു വിധേയത്വത്തോടുകൂടി ഇതെല്ലാം നീ ഉപയോഗപ്പെടുത്തുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സത്യമായ കാര്യങ്ങൾ വന്നു പതിയും. പക്ഷേ അവിടെ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരുടെയും വിശ്വാസം ഒരേ രൂപത്തിൽ അല്ല. ഗവേഷണത്തിന് വേണ്ടി ഇറങ്ങുകയും ഗവേഷണപരമായി ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം അതിനൽപ്പം കട്ടികൂടും. സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസം അത് മറ്റൊരർത്ഥത്തിൽ അതിന് ആദ്യത്തേതിനേക്കാൾ ബലമുണ്ടാകും. പക്ഷേ സാധാരണക്കാരുടെ വിശ്വാസം ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഗവേഷണത്തിലൂടെ പണ്ഡിതന്മാർ കരസ്ഥമാക്കിയ വിജ്ഞാനത്തിലൂടെ ആർജിച്ചെടുക്കുന്ന വിശ്വാസമാകട്ടെ, അത് പൊളിച്ചെറിയുവാനോ അത് നശിപ്പിക്കുവാനോ യാതൊരു കാരണവശാലും കഴിയുകയില്ല. അതെപ്പോഴും ഹൃദയത്തിൽ ഉറപ്പുള്ള വിശ്വാസമായിരിക്കും. ആ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി അവർ വീണ്ടും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗതാ, പടച്ചവനെ മരണപ്പെട്ടുപോയ വസ്തുക്കളെ
നീ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് എനിക്ക് കാണിച്ചു തരണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, ഖുർആൻ പറയുന്നു, അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസം ഇല്ലേ? ഖാല, ഇബ്രാഹിം നബിയുടെ മറുപടി, ബലാ, നല്ല ഈമാൻ എനിക്കുണ്ട്, വിശ്വാസത്തിന് ഒരു കോട്ടവുമില്ല. അമ്പിയാക്കന്മാര് മുഴുവനും പ്രവാചകന്മാര് മുഴുവനും ഏറ്റവും ഉറച്ച വിശ്വാസത്തിന്റെ ആളുകളാണ്. പക്ഷേ ഇബ്രാഹിം നബിയുടെ മറുപടി, വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ ഉറപ്പും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കേൾക്കുന്നത് കാണുമ്പോൾ, കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അത് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭദ്രതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടതുപോലെ ഗവേഷണത്തിലൂടെയും വലിയ പാണ്ഡിത്യത്തിലൂടെയും ഒരു മനുഷ്യൻ ആർജിക്കുന്ന ഇൽമ് അത് വീണ്ടും വർദ്ധിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ ആളുകൾ ഈ സദസ്സിലും നമ്മുടെ നാടുകളിലുമൊക്കെ ഉള്ളത് സാധാരണക്കാരാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ സാധാരണക്കാർ എന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ്. ആലിമീങ്ങൾ എന്ന പട്ടികയിലേക്ക് ഉയരണമെങ്കിൽ നമ്മളൊക്കെ എത്രയോ ദുആ ചെയ്ത് റബ്ബിലേക്ക് ഇനിയും ഇനിയും എത്രയോ അടുക്കാനുണ്ട്. നാം അനുഷ്ഠിക്കുന്ന നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ ഖുർആൻ പാരായണവുമൊക്കെ ഘട്ടം ഘട്ടമായി വലിയ ഒരു ഗ്രേഡിലേക്ക് നമ്മെ ഉയർത്താൻ കാരണമായി തീരുമെന്ന് നാം വിശ്വസിക്കുകയാണ്. രണ്ട് ലോകത്തും അല്ലാഹു നമ്മെ ഉയർത്തി വളർത്തി അനുഗ്രഹിച്ചു തരട്ടെ. സാധാരണക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവര് ഗവേഷണം കൊണ്ടല്ല അവരുടെ വിശ്വാസം ഉണ്ടാകുന്നത്. അവരുടെ വിശ്വാസം അവര് ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ പഠിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ പഠിച്ചാൽ, ആ വ്യക്തിയെ അംഗീകരിച്ചാൽ അവർ പറയുന്നതൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഈമാനാണ് സാധാരണക്കാരുടെ ഈമാൻ. ആ വ്യക്തിയെ അവർ പരിപൂർണമായി അംഗീകരിക്കാനുള്ള കാരണം ആ വ്യക്തിയിൽ പാപങ്ങൾ കാണുന്നില്ല, ആ വ്യക്തിയിൽ യാതൊരു ന്യൂനതയും കാണുന്നില്ല. ഒരു ന്യൂനതയും കാണാത്ത, നേരത്തെ ഒരു കളവ് പറഞ്ഞ അനുഭവമില്ലാത്ത, ആർക്കും ഒരു അബദ്ധവും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ ഒരു വ്യക്തി ഈ ഭൂമിയെ സംബന്ധിച്ച്, ആകാശത്തെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തിന്റെ ഘടനയെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച്, കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വ്യക്തിയെ അംഗീകരിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ, പൊതുജനങ്ങൾ ആ വ്യക്തിയെ വിശ്വാസത്തിലെടുക്കുകയാണ്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈമാൻ. അതിനേക്കാൾ കവിഞ്ഞൊരു ഈമാനിലേക്ക് എത്താൻ അവർക്ക് കഴിയുകയില്ല. മാത്രവുമല്ല, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ സാങ്കേതികമായ അർത്ഥം കിതാബുകളിൽ കാണാം. ഇതൊരു പഠന ക്ലാസ് ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രഭാഷണം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. പഠനവും ആസ്വാദനവും എല്ലാം പ്രഭാഷണത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് രണ്ടും ആവശ്യമാണ്. സന്ദർഭം പോലെ നമുക്ക് രണ്ട് വഴിയിലേക്കും പ്രവേശിക്കാം. ഞാൻ പറയുന്നത് ഈമാന്റെ സാങ്കേതികമായ അർത്ഥം, വിശ്വാസത്തിന്റെ സാങ്കേതികമായ അർത്ഥം അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ, ഒരു മുസ്ലിമിനോടൊരാൾ ചോദിച്ചാൽ, ഒരു വിശ്വാസിയോടൊരാൾ ചോദിച്ചാൽ, അല്ല ഒരു സാധാരണക്കാരനോടൊരാൾ ചോദിച്ചാൽ അവൻ നൽകുന്ന മറുപടി ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ലാം കാര്യങ്ങൾ പരിചയപ്പെടുത്തിയോ, ആ നബി എന്തെല്ലാം പറഞ്ഞുവോ, എന്തൊക്കെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നോ, ആ കൊണ്ടുവന്ന കാര്യങ്ങൾ, ആ നബി പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ അപ്പാടെ അംഗീകരിക്കുന്നതിനാണ്, പരിപൂർണമായി സമ്മതിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കുറേ ഗുണങ്ങളുണ്ട്. ഒന്നിനെ സംബന്ധിച്ചും കൂടുതൽ ഗവേഷണം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒറ്റ വ്യക്തിയെപ്പറ്റി മാത്രം പഠിച്ചാൽ മതി, ആ വ്യക്തിയെപ്പറ്റി മാത്രം അന്വേഷിച്ചാൽ മതി. അതോടുകൂടി വിശ്വാസം പരിപൂർണമായി, ഹൃദയത്തിൽ ഉറപ്പായി, പിന്നെ നമുക്ക് സംശയമില്ല. സ്വഹീഹായ ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ്ശക്കി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ്ശിർക്കി,
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നിഫാഖി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി. ധാരാളം ദുആകൾ നബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിലൊരു ദുആ, അല്ലാഹുമ്മ പടച്ചവനെ ഇന്നി അഊദു ബിക മിനശ്ശക്ക്, ആവശ്യമില്ലാത്ത സംശയങ്ങൾ എന്റെ മനസ്സിൽ തരരുത്. ഇത് നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. ഈ രോഗം മതത്തിനും കേടാണ്, ഭൗതിക ജീവിതത്തിനും അപകടമാണ്. അതിന് വേറെ ചില ഭാഷയിൽ വസ്വാസ് എന്നും പറയാറുണ്ട്. വസ്വാസായാൽ പിന്നെ അത് നമ്മുടെ നിസ്കാരത്തിനും അത് ബാധിക്കും, നോമ്പിനെയും ബാധിക്കും, നിന്ദ്യത്തിനെയും ബാധിക്കും, കുടുംബജീവിതത്തെയും ബാധിക്കും, ഭാര്യയും നമ്മളും തമ്മിലുള്ള ജീവിതത്തെയൊക്കെ അത് ബാധിക്കും. കാരണം ചെയ്തില്ല എന്ന് തോന്നുക, ചെയ്യാത്തത് ചെയ്തു എന്ന് തോന്നുക, പറഞ്ഞത് പറഞ്ഞില്ല എന്ന് തോന്നുക, പറയാത്തത് പറഞ്ഞു എന്ന് തോന്നുക, ഷെൽഫ് അടച്ചില്ല എന്ന് തോന്നുക, സംശയങ്ങളാണ്. ഈ സംശയങ്ങൾ ഞങ്ങൾക്ക് തരരുത്, തന്നാൽ ഞങ്ങളുടെ ജീവിതമാകെ അവതാളത്തിലായി പോകും. അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതപരമായ കാര്യങ്ങളിലോ തീരെ അത് പറ്റില്ല. അതുണ്ടായാൽ അത് ആകെ അബദ്ധമാണ്. ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴേക്ക് നമ്മൾ സാധാരണ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്കെതിരായ ഒരു പ്രഭാഷണമോ ഒരു പ്രസംഗമോ മറ്റെന്തെങ്കിലുമോ നമ്മളെ കാതിൽ വരുമ്പോഴേക്ക് നേരത്തെ നാം ഉറപ്പിച്ചു വെച്ച മൂല്യങ്ങൾക്ക് ക്ഷതമേൽക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം നമുക്ക് ഏറ്റവും വലിയ ഈമാന്റെ വിശ്വാസത്തിന്റെ പ്രധാനമായ അവലംബമായ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ആ ഒരു ഉറപ്പ് കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ആ നബിയിൽ ഒരു ഉറപ്പ് നമുക്ക് കുറയാൻ പാടില്ല. കാരണം ആ നേതാവിനെ പരിചയപ്പെടുത്തുന്നത് ആരാണ് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രം അംഗീകരിക്കുന്ന ഒരു നേതാവ് അല്ല. എന്നെപ്പോലുള്ള കുറെ വിശ്വാസികൾ നബി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ നബിയുടെ പിന്നാലെ. അവിടെയല്ല, എന്നേക്കാൾ സമർത്ഥന്മാരായ, ഏറ്റവും പ്രാപ്തിയും തന്റേടവുമുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമുകൾ, പിന്നെ ഇസ്ലാമിന്റെ പുറത്തുനിന്ന് ഇസ്ലാമിനെ നോക്കാനും ഇസ്ലാമിനെ നിഷ്പക്ഷമായി പഠിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന കുറെ ആളുകൾ ലോകത്തുണ്ടല്ലോ. ഓറിയന്റലിസ്റ്റുകൾ പോലെയുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾ ഈ ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി അവർ ഉത്സാഹിച്ചപ്പോൾ അവരാദ്യം പഠനത്തിന് വിധേയമാക്കിയത് സയ്യിദുൽ ബശർ ത്വാഹ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി, ആ ഹബീബായ നബിയെ അവർ പഠന വിധേയമാക്കി. എന്നിട്ട് അവരെന്താണ് ആ നേതാവിനെ എങ്ങനെയാണ് അവർ കണ്ടെത്തിയത്? നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ അബദ്ധങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ നാട്ടും പ്രദേശങ്ങളിൽ ഏറ്റവും വിശ്വസ്തത ഉണ്ട് എന്ന് പറയുന്ന ആളുകളിൽ പോലും ചില ന്യൂനതകൾ നമ്മൾ കാണേണ്ടി വരികയാണ്. അതോടുകൂടി അയാളിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു ന്യൂനതയും ലോകത്ത് ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലാത്ത വലിയൊരു വ്യക്തി പരിചയപ്പെടുത്തിയ ആദർശങ്ങളെ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ മതത്തിന്റെ ഓരോ കാര്യങ്ങളും ഗവേഷണത്തിന് വിധേയമാക്കിയാൽ ആർക്കാണ് അതിനിവിടെ സമയമുള്ളത്? സ്വന്തം കുടുംബത്തിന്റെ കാര്യം തന്നെ ബേജാറാണ്. വൈറസും പനിയും എല്ലാം കൂടി വന്ന് അതിന്റെ ബേജാറ് തീർക്കാൻ തന്നെ ഏത് ഡോക്ടറെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന വിഷയത്തിൽ പോലും നമ്മളെ ഒരു അഭിപ്രായ ഐക്യമോ നമ്മളെ ഒരു വീട്ടിലുള്ള കുടുംബാംഗങ്ങളിൽ പോലും ഒരു യോജിപ്പ് കാണുകയില്ല. അങ്ങനെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാതെ കിടക്കുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, മലക്കുകളെ പറ്റിയുള്ള വിശ്വാസം, അതുപോലെ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഓരോന്നും എടുത്ത് നൂലിഴ പിരിച്ച് അത് കുറ്റമറ്റ രൂപത്തിൽ പൂർണ്ണമായി അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചാലേ ആ അംഗീകരിക്കുവാനുള്ള വഴികളിലേക്ക് ഞാനൊന്ന് കടക്കട്ടെ എന്നൊരാൾ ശ്രമിച്ചാൽ തൽക്കാലം നടക്കുന്ന കാര്യമല്ല. അതിനിവിടെ ആളെ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ മതപണ്ഡിതന്മാർ ലോകം മുഴുക്കയുള്ള ഉലമാക്കൾ അംഗീകരിച്ചു. ഈമാന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഒരൊറ്റ മാർഗം സ്വീകരിക്കുക. ആ മാർഗം ലളിതമാണ്. അത് പണ്ഡിതന്മാർക്കും സ്വീകരിക്കാം, സാധാരണക്കാർക്കും അംഗീകരിക്കാം, അത് സ്ത്രീകൾക്കും അംഗീകരിക്കാം.
എന്തിനധികം ഇസ്ലാമിന്റെ ക്യാമ്പസിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഇതര സമുദായത്തിൽപ്പെട്ടൊരു വ്യക്തി. കഴിഞ്ഞ ദിവസം മർക്കസ് സഖാഫത്തി സുന്നിയയിൽ ഒരു സഹോദരൻ, ഒരാൾക്കൂട്ടത്തിൽ ഒരു സഹോദരൻ, അദ്ദേഹം എന്തോ ആവശ്യത്തിന് ബഹുമാന്യരായ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. മെല്ലെ അദ്ദേഹവുമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും എന്തോ ചില വ്യത്യാസങ്ങൾ തോന്നി. സലാം പറഞ്ഞു, സലാം മടക്കി. അദ്ദേഹം പറയുന്നു, ഞാനൊരു റവറന്റ് ആയിരുന്നു, വേദപഠനം നടത്താൻ വേണ്ടി കുറെ വർഷങ്ങൾ ചെലവഴിച്ച ഒരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ മുസ്ലിമാണ്. വയനാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ കയ്യിൽ ക്രൈസ്തവ മതത്തെപ്പറ്റിയുള്ള കുറെ പഠനങ്ങളുണ്ട്, കുറെ പാഠങ്ങളുണ്ട്. വളരെ നന്നായി ഞാനത് പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ ആവശ്യമായ അതിന്റെ സൈക്കോളജിയും അതിന്റെ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കിയ ഞാൻ ഇപ്പോൾ മുസ്ലിമാണ്. ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സ്ഥിതികൾ അന്വേഷിച്ചു, ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹവും നൽകുന്ന മറുപടി ഏതാണ്? ഇസ്ലാമിനെ ഒരാൾ അംഗീകരിക്കാൻ, വിശ്വാസം ഒരാൾ ഉൾക്കൊള്ളാനുള്ള ഏറ്റവും പ്രധാനമായ ഏണി ഏതാണ്? അതിലേക്കുള്ള ജാലകം ഏതാണ്? ആ ജാലകം സയ്യിദുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവിനെ പറ്റിയുള്ള പഠനമാണ്, ആ നബിയെ പറ്റിയുള്ള അന്വേഷണമാണ്. നബിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, വിശ്വവിജ്ഞാന കോശം എന്താണ് പറയുന്നത്? അത് മുസ്ലിമീങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതല്ല, നമ്മുടെ ലൈബ്രറികളിൽ ലഭിക്കുന്ന ഒരു പുസ്തകമാണത്. ധാരാളം വാല്യങ്ങളുള്ള വിജ്ഞാനകോശത്തിന്റെ തടിച്ച വാല്യങ്ങൾ. അത് പ്രസിദ്ധീകരിക്കുന്നത് മുസ്ലിമീങ്ങളല്ല. ആ പുസ്തകം എടുത്തു നോക്കിയാൽ നമുക്കതിൽ കാണാൻ കഴിയുന്നത് AD 571 ഏപ്രിൽ 18 അറേബ്യയിലെ മക്കയിൽ പിറന്ന മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ, നബി ജീവിക്കുന്ന കാലഘട്ടത്തിലെ സത്യസന്ധതയുടെ 100% പുലർത്തി നിൽക്കുന്ന ദി ഹോണസ്റ്റ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദി ഹോണസ്റ്റ് ആണ്, സൂപ്പർലെറ്റീവാണ് എന്ന് പറഞ്ഞാൽ അത്ര സത്യസന്ധത പുലർത്തിയ ഒരു വ്യക്തിയെ കാണാൻ കഴിയില്ല. പീഡനങ്ങൾ, ദ്രോഹങ്ങൾ, മർദ്ദനങ്ങൾ അഴിച്ചുവിടാൻ കാത്തുനിൽക്കുന്ന ജനതയാണല്ലോ അറേബ്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് ആ നബിയുടെ വ്യക്തിത്വത്തെ എതിർക്കുവാനോ ചോദ്യം ചെയ്യുവാനോ കഴിയാത്ത രൂപത്തിൽ അവർ ആ നബി അംഗീകരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിന്റെ അംഗീകാരം പിടിച്ചുപറ്റിയ ഒരു വലിയ നേതാവിനെ ആദ്യമായി നാം അംഗീകരിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ പഴയ തലമുറകളിൽ സാധാരണ കുടുംബങ്ങളിൽ ചെയ്തു പോന്നിരുന്ന ഒരു നല്ല സൂത്രം ഞാൻ എന്റെ കുട്ടികളോട് പറയട്ടെ, യുവാക്കളെ ഉണർത്തട്ടെ. വളരെ വിദ്യാസമ്പന്നരാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടാറുണ്ട്, ലോകത്തിന്റെ മാറ്റങ്ങൾ നാം പഠിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ പഴയ 50 or 100 കൊല്ലം മുൻപ് ജീവിച്ചിരുന്ന ആളുകളുടെ വിശ്വാസത്തിന്റെ ഒരു ചെറിയ ശതമാനം പോലും ഉൾക്കൊള്ളാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നതിന്റെ കാരണം, നാം ഏതൊരു വ്യക്തിയിലൂടെയാണോ വിശ്വാസം ഉറപ്പിക്കേണ്ടത് ആ വ്യക്തിയെപ്പറ്റി ഇപ്പോൾ പഠനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നബിയിലുള്ള മഹബത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതാവും പിതാവും ആദ്യമായി ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഉണർത്തട്ടെ, എന്താണ് മാതാപിതാക്കൾ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? നമ്മളെ മക്കൾ മതത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം പരാതി പറയുകയാണ്, മദ്യത്തിന്റെ അടിമകളായിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ച സ്ഥലത്ത് അവൻ വരുന്നില്ല എന്ന് നമ്മൾ പറയുകയാണ്, തറാവീ നിസ്കാരത്തിന് അവനെ കിട്ടുന്നില്ല എന്ന് നാം സങ്കടപ്പെടുകയാണ്. റമദാന്റെ നോമ്പ് അത്തായം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പിന്നുള്ള കഥ എനിക്കറിയില്ല എന്ന് നമ്മൾ പറയേണ്ടി വരികയാണ്. പക്ഷേ എന്താണ് രോഗം? ആ കുട്ടിക്ക് വിശ്വാസം ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നാം ചെയ്തോ? താരാട്ടുപാടുമ്പോൾ പഴയ കാരണവന്മാർ കുഞ്ഞുങ്ങളെ താരാട്ടുപാടുമ്പോൾ പാടിയിരുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടേതാണ്? നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നബി, നേതാവ്. അതാണ് നമ്മുടെ നേതാവ്.
ആ നബിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈരടികൾ ചെറിയ കുഞ്ഞിക്കാതുകളിൽ തന്നെ കേൾപ്പിച്ചതിന്റെ ഫലമായി ആ പഴയ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ അവര് വലിയ കിതാബൊന്നും അവർ ഓതിയിട്ടില്ല, അവർ ബുഖാരി ഓതിയിട്ടില്ല. ഇതുപോലത്തെ ഖുർആൻ ക്ലാസ്സിൽ അവര് ഖുർആൻ ക്ലാസ് ഉണ്ടാക്കാറില്ല, റമദാൻ പ്രഭാഷണം ഉണ്ടാക്കാറില്ല. അവര് പള്ളിയിലാണ് വയല് ളുഹുർ നിസ്കാരം കഴിഞ്ഞ് ഒന്നര മണിക്കൂർ 2 മണിക്കൂർ ഒരു പ്രഭാഷണം, അത് കേൾക്കുന്നവർ കേട്ടു, ആ കേൾക്കാത്തവർ കേൾക്കുന്നില്ല. പക്ഷേ ആ പ്രഭാഷണം കേട്ടാലും ഇല്ലെങ്കിലും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഫണ്ടമെന്റലായി അടിസ്ഥാനപരമായി അവർക്കൊരു ഉറച്ച നിലപാടുണ്ട്. ആ നിലപാടെന്താണ്? അവരെ കുട്ടികളെ ചെവിയിൽ ആദ്യം കേൾപ്പിക്കുന്നത് നബിയെ സംബന്ധിച്ചാണ്. ഇടയ്ക്കിടെ ആ നബി എങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. റബീഉൽ അവ്വലായാൽ വീണ്ടും പരിചയപ്പെടുത്തലുകൾ വരികയാണ്. അങ്ങനെ അവർ കാണുന്നവരിൽ, അവർ കണ്ടവരിൽ, അവർ പരിചയപ്പെടുന്നവരിൽ, അവർ പരിചയപ്പെട്ടവരിൽ ഏറ്റവും വലിയ വ്യക്തി ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി അത് മറ്റാരുമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബിയുടെ പേരാണ് വീട്ടിലൊരു കുട്ടി ജനിച്ചാൽ ഇടുന്നത്. കുട്ടി ജനിച്ച് ആൺകുട്ടിയാണെന്ന് കണ്ടാൽ ആ കുട്ടിക്ക് ഇടുന്ന പേര് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ പേരാണ്. ബാപ്പ അഹമ്മദ് കുട്ടിയാണ്. അഹമ്മദ് കുട്ടിക്ക് വിവാഹത്തിൽ കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിന് ഏത് പേരിടണമെന്ന് വാപ്പ ആലോചിക്കുകയാണ്. വാപ്പ ഒട്ടും ശങ്കിച്ചില്ല, ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് നൽകുന്ന മറുപടി, മുഹമ്മദ് നബിയുടെ ഒരു പേരായ അഹമ്മദാണ് നിങ്ങളുടെ പേര്, നിങ്ങളെ മകനെ മുഹമ്മദ് എന്ന് പേരിടുക. അങ്ങനെ അഹമ്മദിന്റെ മകൻ മുഹമ്മദായി. ആ മുഹമ്മദിന് പിന്നെ മകനുണ്ടായപ്പോൾ അത് അഹമ്മദായി. അഹമ്മദിന് പിന്നെ വന്നു മുഹമ്മദായി. അങ്ങനെ മുഹമ്മദ് ചിലപ്പോൾ മുഹമ്മദ് കുട്ടിയാകും, കുട്ടി മുഹമ്മദാകും, കുട്ടി മുഹമ്മദ് കുട്ടി വരെയാകും, കുഞ്ഞ് മുഹമ്മദാകും, മുഹമ്മദ് കുഞ്ഞാകും. എല്ലാം റസൂലുള്ളാഹിന്റെ പേരുകളാണ്. അപ്പോൾ ആ ഒരു മഹബത്തിലൂടെ വിശ്വാസം കടന്നു വന്നപ്പോൾ അത് നല്ല ഉറച്ച വിശ്വാസമാണ്. പടച്ച തമ്പുരാനെ, ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ മദ്രസയിൽ 5ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്റെ നാട്ടിൽ ഞാൻ മാത്രമായതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, ബാക്കിയൊക്കെ പിന്നെ പഠിക്കുമോ, പോയിക്കോ. അങ്ങനെ 5ഉം 6ഉം കഴിഞ്ഞ് 7ാം ക്ലാസ് തുടങ്ങി പിരിഞ്ഞതാണ്. അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ മാറ്റുരച്ച് നോക്കിയാൽ അവരും നല്ല കാരറ്റ് ഉള്ള ഈമാന്റെ അനുയായികൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗവേഷണങ്ങൾക്ക് ഒരാൾ ശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ, അവനൊരാഗ്രഹം, എനിക്ക് ഇസ്ലാമിലൊന്ന് പഠിക്കണം, ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്താണ് ഇവരെ പരിപാടി, എനിക്കൊന്നറിയണം. ഈ ആഗ്രഹമുള്ള വ്യക്തികളോട് ഞങ്ങൾ പറയട്ടെ, ഖുർആൻ എടുത്ത് വായിക്കുന്നതിന് മുൻപ്, ഖുർആൻ സാഹിത്യമാണ്, ഖുർആൻ സാരസമ്പൂർണമായ സമഗ്രമായ ഒരു വലിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം വായിക്കുന്നതിന് പകരം അമുസ്ലിം സഹോദരന്മാർ ഇസ്ലാമിനെ പഠിക്കാൻ, വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരാദ്യമായി ചെയ്യേണ്ടത് ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹിയെ പഠിക്കലാണ്, അന്വേഷിക്കലാണ്. അവരും അതാണ് ചെയ്യേണ്ടത്. അതവരന്വേഷിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ബോധ്യപ്പെടും. അപ്പോൾ സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തൊരു ഭാഗം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. വിശ്വാസം എന്താണ്, വിശ്വാസം എന്തല്ല. ഒരിക്കലും ഊഹാപോഹങ്ങൾ അല്ല, അന്ധവിശ്വാസങ്ങളുമല്ല. സത്യവിശ്വാസമാണ് നാം ആർജിക്കേണ്ട അൽ ഈമാൻ എന്ന് പറയുന്ന ആ വസ്തുത. ആ ഈമാൻ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കണമെന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നേതാവിനെ അംഗീകരിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു നേതാവിനെ അനുകൂലിച്ചുകൊണ്ട്, അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടാണല്ലോ ലോകത്ത് മനുഷ്യൻ ജീവിച്ചു വരുന്നത്. ഇത് ഒരു ന്യൂനതയായി നമ്മൾ കാണാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹിയെ അംഗീകരിക്കുന്നു എന്നതൊരു ന്യൂനതയായി ആരും കാണേണ്ടതില്ല. കാരണം ഇവിടെ ധാരാളം മതങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് മതങ്ങളുണ്ട്. ആ മതക്കാരെല്ലാം വിശ്വാസികളാണ്. അവരെ മതത്തെ അവർ വിശ്വസിക്കുന്നുണ്ട്. അവരൊക്കെ വിശ്വസിക്കുമ്പോൾ ഏതോ ചില വ്യക്തികളെ അവർ പോയിന്റ് ചെയ്ത് ആ നേതാവിനെ അംഗീകരിച്ചാണ് അവർ നീങ്ങുന്നത്. ഗുരുനാനാക്കിനെ അംഗീകരിച്ചുകൊണ്ട് സിഖ് മതക്കാർ ജീവിക്കുന്നു. ഭഗവത്ഗീതയിലെ വചനങ്ങൾ ഉൾക്കൊണ്ട് ഹൈന്ദവ സഹോദരന്മാർ വിശ്വാസികളായി കഴിയുന്നു. ബൈബിളിലെ വരികൾ ഉൾക്കൊണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്തുമതത്തിന്റെ അനുയായികളായി ജീവിക്കുന്നു.
വർദ്ധമാന മഹാവീരന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജൈനമതക്കാർ വിശ്വാസികളായി ജീവിക്കുന്നു. എന്നാൽ ഇവരെല്ലാം അംഗീകരിക്കുന്ന നേതാക്കൾ നമ്മൾ അവരെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റം പറയുക എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ശൈലിയല്ല, അതിന്റെ ആവശ്യവുമില്ല. ഓരോ വിഭാഗവും അംഗീകരിക്കുന്ന നേതാക്കൾക്ക് കുറെ മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളെ അംഗീകരിച്ചതിന്റെ പേരിൽ ആ ഓരോ ജനതയും ഇവിടെ അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. ഹൈന്ദവ ആദർശങ്ങൾ അംഗീകരിക്കുന്ന ഹിന്ദു സഹോദരന്മാർ അവരുടെ കുടുംബങ്ങളിലെ അച്ചടക്കത്തിന്റെ രഹസ്യം അവരുടെ ഗീതയുടെ സന്ദേശങ്ങളാണ്. ആ സന്ദേശങ്ങളിലൂടെ ഹൈന്ദവ സമൂഹം അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. ബൈബിൾ വായിച്ച് നന്നാകുന്ന ഒരു ക്രിസ്ത്യാനി അവനും കുടുംബവും അച്ചടക്കത്തോടെ ജീവിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ സെക്യുലറിസത്തിന് നൽകുന്ന ഒരു വലിയ സംഭാവനയാണ് ആ കാഴ്ചപ്പാട് എന്ന് കരുതേണ്ടവരാണ് നാം. എന്നാൽ എല്ലാ നേതാക്കളെയും വരിയായി നിർത്തി അവരെ പറ്റിയുള്ള പഠനങ്ങൾക്ക് ശ്രമം നടത്തിയാൽ അവസാനം ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി സ്കോർ ബോർഡിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ വിഷയത്തിലൂടെ ആർക്കും സംശയമില്ല. അത് ഇന്നും ഇന്നലെയും നടക്കുന്ന ചർച്ചയല്ല, നൂറ്റാണ്ടുകളായി ആ ചർച്ച ഇവിടെ നടക്കുകയാണ്. ഇസ്ലാമിക് ചെയറുകൾ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ അംഗീകരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു അപകർഷബോധത്തിന് അടിപ്പെടേണ്ട ഒരു വിഷയമേ അല്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ഡോക്ടറാണ്, കൽപ്പറ്റയിൽ അവിടെ ഒരു ഖുർആൻ ക്ലാസ്സിന് പോയപ്പോൾ, സ്കൂൾ ഓഫ് ഖുർആന്റെ വാർഷികത്തിന് പോയപ്പോൾ ആ സ്റ്റേജിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒന്നല്ല 3 ഡോക്ടർമാർ. ആ ഡോക്ടർമാരിൽ ഒരാൾ അദ്ദേഹം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് ആശംസ വാക്കുകൾ പറയാൻ 2 മിനിറ്റ് കൊടുത്തപ്പോ ആശംസാ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, അഹ്ലുസുന്നത്തിന്റെ നേതൃത്വത്തിൽ ഖുർആനെയും ഇസ്ലാമിനെയും പ്രചരിപ്പിക്കുവാൻ വളരെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല. എന്നെ പലരും ക്ഷണിക്കും, ആ ക്ഷണിക്കുന്ന ക്ലാസ്സിനൊക്കെ പോവും. അപ്പോഴൊക്കെ കരുതാറുള്ളത്, ഈ മതപരമായ ആത്മീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മതപണ്ഡിതന്മാരുടെ കീഴിൽ ഇങ്ങനെ ഖുർആൻ പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇല്ലാന്നാണ് നമ്മൾ കരുതിയത്. ഇപ്പോഴാണ് ഇത്രയും കൂടുതൽ ശാസ്ത്രീയമായി ഇതെല്ലാം ഈ അപഗ്രഥനം ചെയ്യുന്ന വേദികളുണ്ട് എന്ന് മനസ്സിലായത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, കുളിക്കണം എന്ന് പറയുന്ന കുറെ ദർശനങ്ങളും കുറെ മതങ്ങളുമുണ്ട്. എന്നാൽ കുളി ഒരു ആരാധനാകർമ്മമായി, കുളിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടും എന്ന് പറയുന്ന ഒരൊറ്റ ദർശനമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വായിച്ചിട്ടുള്ളൂ. അത് മുഹമ്മദ് നബിയുടെ പ്രസ്ഥാനമാണ്, അത് ഇസ്ലാമാണ്. കുളിക്കണമെന്നെല്ലാവരും പറയുന്നു. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ കുളിക്കുന്നു. സ്കൂളിലെത്തിയാൽ മാഷ് ചോദിച്ചു, കുളിച്ചോ എന്ന് ചോദിക്കും. ചില കുട്ടികൾ പറയും, ഒക്കെ ഒന്ന് നനച്ചു തോർത്തിയിട്ട് റെഡി എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് കുളിയായിട്ടില്ല. കുളിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ഒറ്റ സന്ദേശമേ എനിക്കറിയൂ, അത് ഇസ്ലാമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതൊന്ന് പഠിക്കണം, ഇതിന്റെ പിന്നാലെ ഒന്ന് കൂടണം. ആ പഠനത്തിന്റെ പിന്നാലെ കൂടി അവസാനം അദ്ദേഹം ഇസ്ലാം മതത്തിന്റെ അനുയായിയായി മാറി. അദ്ദേഹം ഡോക്ടറാണ്. ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തോടൊപ്പമുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും വളരെ സജീവമാണ്. പണ്ഡിതന്മാരെയൊന്നും കുറ്റം പറയാറില്ല, സയ്യിദുമാരെ ആക്ഷേപിക്കാറില്ല, മോമിനീങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. അച്ചടക്കപൂർണമായി നിലപാടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എന്താണ്? പഠനമാണ്, അന്വേഷണമാണ്. അപ്പോൾ അൽ ഈമാൻ എന്ന് പറയുന്ന ആ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി ഉറപ്പിച്ചു വെക്കലാണ്. അതിനു വേണ്ടി തയ്യാറായോ, ഈമാൻ മെല്ലെ നമ്മളെ മനസ്സിലേക്ക് കയറി വരും. പിന്നെ അത് കയറി വന്നാൽ, ഇസ്ലാമിലൊരു മെമ്പറായി കഴിഞ്ഞാൽ, ഒരു വിശ്വാസിയായി മാറിയാൽ, പിന്നീട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മെമ്പർഷിപ്പ് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല, ഒരു പ്രയാസവുമില്ല. മുമ്പ് ആഫ്രിക്കയിൽ അഹമ്മദ് ദീദാത്ത് കേട്ടിരിക്കും, വലിയ പണ്ഡിതനാണ്. ഖുർആന്റെ ഗ്രന്ഥവും ഖുർആന്റെ പ്രതികൾ, മറ്റൊരു ഭാഗത്ത് ബൈബിൾ, ആ ബൈബിളും ഖുർആനും മേശപ്പുറത്ത് നിരത്തി വെച്ചുകൊണ്ട്
ഖുർആൻ ആൻഡ് ബൈബിൾ എന്ന വിഷയത്തിൽ ഒരു വലിയ സംവാദം നടക്കുകയുണ്ടായി. ആ സംവാദത്തിൽ കുറെ അച്ഛന്മാരും റവറന്മാരെല്ലാം ഉണ്ട്. അവരുടെ മുൻപിൽ അഹ്മദ് ദീദാത്ത് ഖുർആന്റെ മഹത്വം വളരെ സുന്ദരമായി സമർത്ഥിച്ചു. ആ സമർത്ഥിക്കുന്ന സമയത്ത് ക്രൈസ്തവനായ അച്ഛന്റെ ഭാഗത്തുനിന്നൊരു ചോദ്യം, നിങ്ങള് വലിയ മതമാണെന്നൊക്കെ ഇസ്ലാമിനെ പറ്റി പറയുന്നു, പക്ഷേ നിങ്ങളുടെ മതത്തിന്റെ കേന്ദ്രമായ, ആരാധനയുടെ കേന്ദ്രമായ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ആ പള്ളിയിൽ ഒരു അമുസ്ലിമിന് പോകാൻ സ്വാതന്ത്ര്യം നിങ്ങൾ നൽകുന്നുണ്ടോ? ക്രൈസ്തവ മേധാവിയുടെ ചോദ്യം. സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശമായി ഇസ്ലാമിനെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ ഇസ്ലാമിന്റെ കേന്ദ്രമായി പറയുന്ന ഹജ്ജിന് വേണ്ടി പോയാൽ തവാഫ് ചെയ്യുന്ന കഅബ, ആ കഅബ ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിലേക്ക് ഒരാൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായാൽ സമ്മതിക്കൂ നിങ്ങൾ? അവിടെ നിങ്ങൾ ബോർഡ് വെച്ചിട്ടില്ലേ, മംനൂഉൻ ദുഹൂലു ഗൈരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ അല്ലാത്തവർക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ബോർഡ് അവിടെ കാണുന്നുണ്ടല്ലോ. ഇതെന്ത് സൗഹാർദ്ദമാണ്, ഇതെന്തൊരു കൾച്ചറാണ്, ഇതെന്തൊരു സംസ്കാരമാണ്, ഒരു വലിയ മതത്തിന് പറ്റിയതാണോ ഈ ബോർഡ് എന്ന് ചോദിക്കുന്നു. ഈ ബോർഡ് കുറെ കൊല്ലങ്ങൾക്ക് മുൻപ് മക്കത്ത് പോയപ്പോ ഈ ബോർഡ് കണ്ടപ്പോ എന്റെ മനസ്സിലും തോന്നി, എന്തിനാണ് ഇങ്ങനൊരു ബോർഡ്? അങ്ങനെ പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് കേരളത്തിൽ വന്നു. ഗുരുവായൂര് ക്ഷേത്രത്തിന്റെ ഭാഗത്തെത്തിയപ്പോൾ ഞാൻ അവിടെ ഒരു ചാവക്കാട്ട് ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ ആരോ പറഞ്ഞു, ഇവിടാണ് ഗുരുവായൂർ, ഇവിടാണ് വലിയ ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത്. അവര് ഹിന്ദു സമുദായത്തിന്റെ വലിയൊരു ആരാധനാ കേന്ദ്രം. അതിന്റെ ആ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒന്ന് പോകാനൊരു താല്പര്യം. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ആരാധനയുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടല്ല, അതെന്താണെന്ന് അറിയാനുള്ള താല്പര്യത്തോടുകൂടി മെല്ലെ ആ പ്രധാനപ്പെട്ട വഴിയിലൂടെ അങ്ങ് നടക്കാൻ തുടങ്ങി. കുറെ അങ്ങ് നടന്നപ്പോൾ അവിടെ ഒരു ബോർഡ്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹിന്ദുമതത്തിന് മുസ്ലിമീങ്ങളോട് വെറുപ്പുണ്ട് എന്നല്ല, അല്ലെങ്കിൽ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് കടക്കുന്നിടത്ത് അമുസ്ലിമീങ്ങൾ പ്രവേശിക്കരുത് എന്ന് എഴുതി വെക്കുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബോർഡാണത്. മാത്രവുമല്ല, അഹ്മദ് ദീദാത്തിനോട് ഇദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ബോർഡ് വെക്കാൻ കാരണം? ഒരു വ്യക്തിക്ക് മക്കയിൽ പോകാൻ, മസ്ജിദുൽ ഹറാമിൽ പോകാൻ, ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹമുണ്ടായാൽ നിങ്ങൾ അവിടെ തടയുകയാണോ? ആ ദീദാത്ത് അതിന് മറുപടി പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് കേവലം സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. അഭ്യസ്തവിദ്യരായ കുറെ ആളുകൾ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട്, പല പുസ്തകങ്ങളും വായിക്കുന്നവരാണ്. അവരോട് ഞാൻ പറയട്ടെ, എന്തിനാണ് ഒരു വ്യക്തി ഇന്നലെ വരെ ഇസ്ലാമിന്റെ പുറത്തായിരുന്നു, കടുത്ത വിമർശനത്തിന്റെ പാതയിലായിരുന്നു, എല്ലാവരോടും വെറുപ്പ, ഉസ്താദുമാരോട് വെറുപ്പാണ്, ആലിമീങ്ങളോട് വെറുപ്പ, തങ്ങന്മാരോട് വെറുപ്പാണ്, ഒരു തലക്കെട്ട് കെട്ടിയ ആളുകളെ കാണുമ്പോഴേക്ക് അതാ പോകുന്നു എന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. തൊപ്പിയും താടിയുമൊക്കെ ഉള്ള ആളെ കണ്ടാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഏതോ ഒരു വസ്തു മ്യൂസിയത്തിൽ വെക്കാൻ പറ്റിയതാണ് എന്നൊക്കെ അർത്ഥത്തിലുള്ള ഒരു നോട്ടമാണ് നോക്കാറുള്ളത്. അത്തരമൊരു വ്യക്തിക്ക് ഒരു ദിവസം പ്രഭാഷണത്തിലൂടെ, ഖുർആൻ പഠനത്തിലൂടെ എന്തോ ഒരു സ്നേഹമൊക്കെ വന്നു. അങ്ങനെ മെല്ലെ ആൾ പഠിക്കാനൊരുങ്ങി. അമുസ്ലിമായ സഹോദരൻ ഇസ്ലാമിലേക്ക് വരാനൊരുങ്ങി. അയാൾ എന്താണ് ചെയ്യുന്നത്? പള്ളിയിൽ വരുന്നു. പള്ളിയിൽ പണ്ഡിതനുണ്ട്. ഓരോ പള്ളിയിലും ഓരോ ഗുരുവുണ്ട്, ഒരു ഉസ്താദുണ്ട്, ഒരു ഇമാമുണ്ട്. ആ ഇമാമിന്റെ അടുക്കൽ വരുന്നു. അമുസ്ലിമിന് പള്ളിയുടെ സമീപത്ത് വരാം, വന്നിട്ട് ആ ഇമാമിനെ കാണാം, ആ ഇമാമിനെ ഒരു ഗുഡ് ബൈ നൽകാം, ആ ഇമാമിനൊരു സല്യൂട്ടേഷൻ നൽകാം. നൽകിയിട്ട് ആ ഇമാമിനോട് ചോദിക്കുകയാണ്, എന്താണ് പിന്നെ ഞാൻ വന്നത്? ഇസ്ലാം എന്നൊക്കെ കുറെ കാലമായി കേൾക്കുന്നു. ആ കേട്ടുവരുന്ന ആ മതത്തിന്റെ വിശ്വാസവും ആചാരവും എന്താണെന്ന് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതിനുള്ളൊരു വഴി ഒരുക്കി തരണം എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതന്റെ, ആ ഇമാമിന്റെ ബാധ്യത എന്താണ്? കമ്മിറ്റി പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം എന്താണ്? സെക്രട്ടറിയുടെ ബാധ്യത എന്താണ്? അയാൾ നൽകേണ്ട മറുപടി, ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വാക്യം ചൊല്ലിക്കൊടുക്കുന്നു, ഇസ്ലാമിലേക്ക് വിളിക്കുന്നു. അതയാൾ ചൊല്ലി. അത് ചൊല്ലിയാൽ, ആ ഒരൊറ്റ വാചകം അയാൾ ചൊല്ലിയാൽ, ആ സെക്കൻഡ് മുതൽ അയാളുടെ പേര് മുസ്ലിമീങ്ങളുടെ പട്ടികയിൽ വന്നു. എത്ര സിമ്പിളാണ് സഹോദരന്മാരെ, മനസ്സിലാക്കണം. ഈ വസ്തുത
അഹമ്മദ് ദീദാത്ത് പറഞ്ഞു കൊടുത്തു. ആ റവറന്റുമാരുടെ വേദിയിലേക്ക് നോക്കിയിട്ടത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ദീദാത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണല്ലോ അമേരിക്ക. ആ അമേരിക്കയിലേക്ക് ഒരു വിസ ചോദിച്ചാൽ നിങ്ങൾ ഇന്ത്യയിലുള്ളവർക്ക് വിസ നൽകുമോ? നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ വിസ കൊടുക്കുമോ ഇന്ത്യക്കാരന്? ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിലേക്ക് വരൽ അത്രയും സുതാര്യമാണ്. അങ്ങനെയാണ് ഈ നാടുകളിൽ മുഴുവനും ഇസ്ലാം പ്രചരിച്ചത് എന്ന കാര്യം നാം മറന്നു പോകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട്. ഇന്ത്യയിലെ പൗരനാകാൻ പ്രയാസമില്ല. ഇന്ത്യയിൽ ഒരു പൗരനായി കഴിഞ്ഞാൽ ആ പൗരത്വം നിലനിർത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കണം, എങ്കിലേ പൗരത്വം നിലനിൽക്കുകയുള്ളൂ. അതുപോലെ സത്യവിശ്വാസത്തിലെത്തിയ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ മുഅ്മിനായി മുസ്ലിമായി അയാൾക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ കുറെ മര്യാദകൾ അയാൾ പാലിക്കണം, കുറെ നിബന്ധനകൾ അയാൾ പാലിക്കണം. അല്ലെങ്കിൽ ആ വിശ്വാസം അയാളിൽ നിന്ന് പറന്നു പോകും. സഹീഹുൽ ബുഖാരിയിൽ കാണാം, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ, യുസ്ബിഹുർ റജുലു മുഅ്മിനാ. രാവിലെ വിശ്വാസത്തിൽ തന്നെയാണുള്ളത്, വൈകുന്നേരമാകുമ്പോൾ ഇസ്ലാമിൽ നിന്ന് ഒരു മനുഷ്യൻ അതാ തെറിച്ചു പോവുകയാണ്. വയുംസിർ റജുലു മുസ്ലിമൻ, വൈകുന്നേരം ഒരാൾ വിശ്വാസിയാണ്, പക്ഷേ പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്ക് അയാൾ വിശ്വാസത്തിൽ നിന്ന് തെറിച്ചു പോകും. ഈ ഒരവസ്ഥ സംജാതമാകാൻ ഇടവരുത്തരുത്. പിന്നെയോ അതിങ്ങനെ പുതുക്കിക്കൊണ്ട് പാസ്പോർട്ടുകൾ പുതുക്കുന്നത് പോലെ, പ്രതിജ്ഞകൾ പുതുക്കുന്നത് പോലെ, ബന്ധങ്ങൾ പുതുക്കുന്നത് പോലെ ഈമാൻ എങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അത് പുതുക്കിയാൽ അതിൻ്റെ പേരിലുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ, അതിൻ്റെ പേരിലുണ്ടാകുന്ന സംതൃപ്തി, അത് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് സംതൃപ്തിയുടെ ആ വശം നാളെ ആത്മസംസ്കരണത്തിന്റെ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അത് പുതുക്കുന്നതിന് വേണ്ടി ഒന്നാമത് ചെയ്യേണ്ട പരിപാടി എന്താ? 3 വ്യക്തി ഒരു നാട്ടിലുണ്ടായാൽ, 3 വ്യക്തികൾ ഒരു പ്രദേശത്തുണ്ടായാൽ അവിടെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഒരാൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. 3 വിശ്വാസികൾ ഒരു നാട്ടിലുണ്ടായാൽ, ഒരു പ്രദേശത്തുണ്ടായാൽ, ആ പ്രദേശത്ത് ആ 3-ൽ നിന്ന് ഒരാൾ ഷഹാദത്ത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് 5 തവണ ആ ഗ്രാമത്തിൽ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനാണ് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാങ്ക് എന്ന് പറയുന്നത്. ഏതായാലും ബാങ്ക് എന്ന് വായിക്കാതിരുന്നാൽ മതി. 5 പ്രാവശ്യം അത് ഒരു പ്രദേശത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറയുകയുണ്ടായി, മനുഷ്യ, നീ സത്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ ആ സത്യത്തെ നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് സ്വാമികൾ അങ്ങനെ പറയുന്നുവെങ്കിൽ, സ്വാമികളുടെയൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹിതമായ ഒരു ദർശനത്തെ ലോകത്ത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറയുന്നു, നീ അംഗീകരിച്ച, നീ കണ്ടെത്തിയ സത്യത്തെ 5 തവണ നീ വിളിച്ചു പറയണം. ഒരു ദിവസം 5 വട്ടം വിളിച്ചു പറയാണ്. അതിനാണ് പള്ളിയിൽ ഒരാളെ ഏർപ്പാട് ചെയ്തത്. പള്ളിയാവണമെന്നില്ല, പള്ളിയില്ലാത്ത സ്ഥലത്ത്, ഒരു ഉയരമുള്ളൊരു സ്ഥലത്ത് കയറിയിട്ട് പറഞ്ഞാലും മതി. പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ആരും ഇല്ല. ബാക്കിയെല്ലാം സങ്കല്പങ്ങളാണ്, മിഥ്യകളാണ്. ഏകനായ അല്ലാഹുവാണ് ആരാധനയ്ക്ക് അർഹൻ. അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്, മീഡിയേറ്ററാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ദർശനം, ഈ സന്ദേശം ഓരോ ഗ്രാമത്തിലും 5 വട്ടം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, വാങ്കിലൂടെ വിളിച്ചു പറയുകയാണ്. അത് വിളിച്ചു പറയുന്നില്ല എങ്കിൽ, വിശ്വാസികളുള്ള ഒരു നാട്ടിൽ ആ വാങ്ക് നടക്കുന്നില്ല എങ്കിൽ, വിളിച്ചു പറയുന്നില്ല എങ്കിൽ, ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താൻ,
പിശാച് അവരിൽ അധികാരം സ്ഥാപിക്കും. അവരുടെ ആരാധ്യൻ പിശാചായി മാറും. ഈമാന്റെ ചൈതന്യം ആ നാട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാതെയാകും. കാരണം പ്രകൃതിയുമായി ബന്ധപ്പെട്ട പരമമായ സത്യത്തെ വിളിച്ചു പറയാനുള്ള ഉത്കടമായ വാഞ്ച വിശ്വാസികളുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കണം. ഒരാളങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ എന്താണ് വേണ്ടത്? അവരും അതിങ്ങനെ ഏറ്റു ചെല്ലണം. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയം നമ്മൾ വേറെ സംസാരത്തിൽ ഏർപ്പെടാൻ പാടില്ല. നമ്മളിതിങ്ങനെ ഏറ്റു ചെല്ലണം. അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അതാ ഒരു സാധാരണക്കാരനായ വ്യക്തി വന്നിട്ടൊരിക്കൽ ചോദിക്കുകയുണ്ടായി, ഗുരോ, എനിക്ക് നന്നാകാൻ വലിയ ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് വേണ്ടത്? പഴയ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഇമാമുമാർ, സ്വാലിഹീങ്ങൾ, നേതാക്കൾ, അവരുടെ സ്വഭാവവും ശൈലിയും നമ്മൾ പഠിക്കണം. ഒരേതെങ്കിലും ഒരു വ്യക്തി നന്നാകണമെന്ന് ആഗ്രഹിച്ച ഒരു ഉസ്താദിന്റെ സമീപത്ത് വന്നാൽ, ഈ ഒന്നും നന്നാവണ്ട, നന്നാവൂല, അന്റെ കോലം കണ്ടാൽ തന്നെ അറിയ, മോന്ത കണ്ടാൽ അറിയ, നന്നാവൂല, അതുകൊണ്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ശൈലിയല്ല. അബുൽ ഹസൻ ഷാദുലി ആ സാധാരണക്കാരനായ ഒരു സഹോദരനോട് പറയുന്നു, മർഹബ മർഹബ, വളരെ സന്തോഷം കുട്ടി, വളരെ സന്തോഷം, നന്നാവാനുള്ള ഒരു ചെറിയ മാർഗം ഞാൻ പറഞ്ഞു തരാം. അജിബ് അൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിക്കുമ്പോൾ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ആ ഷഹാദത്തിന്റെ കലിമ നീ ഉച്ചരിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ചൊല്ലിയാൽ നീയും പറയുക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹയ്യ അലസ് സ്വലാഹ് എന്ന് അവിടെ വെച്ച് പറയുന്നത് കേട്ടാൽ നീ പറയുക ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവേണ്ട അടയാളങ്ങളിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ പ്രവേശിച്ചു വരികയാണ്. അത് ചൊല്ലണം, എങ്കിലേ നിന്റെ ഷഹാദത്തിൻ്റെതായ വെളിച്ചം പൂവണിയുകയുള്ളൂ. അബുൽ ഹസൻ ഷാദുലിയോട് ആ സഹോദരൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്താണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്ന ആ സൂറത്ത് നീ ധാരാളമായി പാരായണം ചെയ്യുക. അദ്ദേഹം അത് രണ്ടും മാത്രം ഏറ്റുചൊല്ലി അത് അദ്ദേഹം മുറുകെ പിടിച്ചു. ആ വ്യക്തി നന്മയിലേക്കതാ കടന്നു വരികയാണ്. എന്റെ സഹോദരന്മാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, ഇസ്ലാമിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ ഷഹാദത്തിന്റെ ആവർത്തനമാണ് അയാളുടെ ജീവിതത്തിൽ കൂടുതൽ നടക്കേണ്ടത്. കാരണം ഈ വിശുദ്ധമായ മതം അള്ളാഹു അവന്റെ പ്രവാചകന്മാർക്ക് കൊടുത്ത വരദാനമാണ്. ഇതൊരു ചെറിയ സാധനമല്ല. തബാറകല്ലാഹു മാ വഹയും ബിമുക്തസബി വലാ നബിയുൻ ലാ ഗൈബിൻ ബിമുത്തഹമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ തബാറകല്ലാഹു മാ വഹയും ബിമുക്തസബി വലാ നബിയുൻ ലാ ഗൈബിൻ ബിമുത്തഹമി. അല്ലാഹു അവന്റെ പ്രവാചകന്മാർക്ക് കൊടുത്ത വഹയാണ്. അല്ലാഹുമാ നബിമാരും തമ്മിലുള്ള അങ്ങേയറ്റത്തെ ബന്ധത്തിന്റെ പേരിൽ പടച്ചവൻ കൊടുത്ത വരദാനമാണ് ഇസ്ലാമാകുന്ന ഈ സന്ദേശം. അവരെ അല്ലാഹു അല്ലാതെ പരീക്ഷിച്ചു. വളരെയേറെ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമായി. 40 കൊല്ലത്തെ സത്യസന്ധമായ ജീവിതത്തിന്റെ പിറകിൽ ഒരു ദിവസം ഹിറയിൽ കയറി ആ മലയുടെ മുകളിൽ ധ്യാനനിരതനായിരിക്കുമ്പോൾ ഒരിക്കലും തന്നെ ഇങ്ങനൊരു സന്ദേശം കിട്ടണമെന്ന ആഗ്രഹമൊന്നുമില്ലാതെ പ്രകൃതിയുടേതായ ഈ തെളിച്ചം കണ്ട് ലോകത്തിന്റെ വെളിച്ചത്തിനുള്ള മാർഗങ്ങൾ എന്താണാവോ എന്ന ചിന്തയോടെ ഭയവിഹ്വലനായി പരിഭ്രാന്തനായി ആ മലയുടെ മുകളിൽ കഴിയുമ്പോൾ അള്ളാഹു നൽകിയ വഹിയാണല്ലോ ഈമാനും ഇസ്ലാമും. ആ ഈമാന്റെ ഭാഗം ഇതാ ചളി പുരണ്ട സാധുക്കളായ നമ്മുടെ കൽബിൽ എങ്ങനെയാണത് ഉറച്ചു നിൽക്കുക? ഈ ഒരു ബേജാറ് കൊണ്ടാണല്ലോ സാധാരണക്കാരായ ആളുകൾ മതപണ്ഡിതന്മാരെ കാണുമ്പോൾ, സയ്യിദുമാരെ കാണുമ്പോൾ എപ്പോഴും ഏൽപ്പിക്കും, നിങ്ങൾ ദുആ ചെയ്യണം, ഈമാന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ആലോചിക്കുന്നു, കഴിഞ്ഞ ദിവസം ഈ റമദാന്റെ 1ാമത്തെ ദിവസം ഒരു ചെറുപ്പക്കാരൻ, അവൻ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി സലാം പറഞ്ഞ് സലാം മടക്കി. ആ ചെറിയ കുട്ടി എന്നോട് ദ്വാർക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം ദ്വാർന്നു. നല്ല കോഴ്സൊക്കെ ജയിച്ച് പരീക്ഷയൊക്കെ പാസ്സായി നല്ല റാഹത്താവട്ടെ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറയുന്നു, ആ ചെറിയ പയ്യൻ, ആ +2 പഠിക്കുന്ന കുട്ടി പറയുന്നു, ഉസ്താദേ നിങ്ങൾ ദ്വാർക്കേണ്ടത് എനിക്ക് ഈമാൻ വർദ്ധിച്ചു കിട്ടാനാണ്. എന്താണ് ഈ ഒരു അന്വേഷണം എവിടുന്ന് വന്നു?
അതിന്റെ കാരണം അതാണ്. അള്ളാഹു അമ്പിയാക്കൾക്ക് നൽകിയ ഏറ്റവും ഉന്നതമായ ഈ മൂല്യം, ഇത് ഈ സാധുവായ എൻ്റെ കൽവിൽ നിൽക്കുമോ, ഇത് പൊയ്പോകുമോ, ഇത് തെറിച്ചു പോകുമോ, ഇത് പോയാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് എന്നൊരു ദുഃഖം ഓരോ ആണിൻ്റെയും ഓരോ പെണ്ണിൻ്റെയും മനസ്സിൽ വേണം. എത്ര കൊല്ലമായി സഹോദരന്മാരെ നോമ്പ് നോൽക്കുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ നോമ്പ് നോറ്റവരാണ്, അതിന്റെ മുമ്പിലത്തെ കൊല്ലവും നോമ്പ് നോറ്റവരാണ്, ഇക്കൊല്ലവും നമ്മൾ നോമ്പ് നോൽക്കുന്നു. എന്തിനു നോമ്പ് നോൽക്കണം? അതിന്റെ കാരണം പറയുന്നു, ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അല്ലാ, ഇനി ഇത് വർദ്ധിച്ചിട്ടില്ലേ? ഇത് വർദ്ധിക്കുമായിരുന്നു. പക്ഷേ ഭൗതിക ലോകത്തിന്റെ പലജാതി വിഷയങ്ങളിൽ കെട്ടുമണഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മളെ സ്നേഹവും നമ്മളെ ബന്ധവും മറ്റു പലതിലേക്കും കൂടിക്കൂടി പോയപ്പോൾ ഈമാന്റെ വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ്.